ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെയിലി ട്രിവ്യൂസ്. അപ്പോൾ അല്ലു അർജുൻ്റെ പുഷ്പ 1 ശേഷം അതിൻ്റെ ഒരു സീക്വലായിട്ട് വരുന്നൊരു പടമാണ് പുഷ്പ 2. അപ്പോൾ അത് കുറേ നാൾ കൊണ്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാണ്. നമ്മളെ KGF പോലൊരു അടിപൊളിയായിട്ട് സാധനം കൊണ്ടുവരും. KGF 2 വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ KGF 2 റിലീസായതിനു ശേഷം ഇതിൻ്റെ സ്ക്രിപ്റ്റുകളെല്ലാം കൂടെ പൊളിച്ചെഴുതി ഒന്നേന്ന് വീണ്ടും എന്തൊക്കെയോ ഭാഗങ്ങൾ ക്ലൈമാക്സ് ഭാഗങ്ങളൊക്കെ ഒന്നേന്ന് ഒരു സെറ്റ് ചെയ്തൊക്കെ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ ആ പടം നമ്മുടെ തിയേറ്ററിൽ വന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വന്നത്. അപ്പോൾ ആ പടത്തിനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് ട്രോളുകളും ഒരുപാട് കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ ആ പടം ഇന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇന്നലെയുമായിട്ടാണ് ഞാൻ കണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ അതിൻ്റെ മലയാളം വെർഷൻ കണ്ടു, ഇന്ന് ഞാൻ അതിൻ്റെ തമിഴ് വെർഷൻ കണ്ടു. അങ്ങനെ ഞാൻ 2 വെർഷനും കണ്ടു. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുഷ്പ 2 എന്ന് പറയുന്നത് പുഷ്പ 1 സെക്കൻഡ് പാർട്ടാണ്. അത് പുഷ്പ 1 ആ ഒരു സ്റ്റോറി ലൈനപ്പിൽ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഫാമിലി സെന്റിമെന്റ്സ് കുറച്ച് കൂടുതൽ രീതിയിലൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ ഫാമിലി സെന്റിമെന്റ്സിന് അവർ ഇതായിട്ട് കൊടുത്തിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയാനുള്ളത്, എസ്പെഷ്യലി ഇതിൻ്റെ മലയാളം തമിഴ് വേർഷനിലുള്ള ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണ്. സ്ക്രിപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഡയലോഗ്സിൻ്റെ കാര്യമാണ്. ഡയലോഗുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ ആണ്. നമ്മുടെ പ്രമുഖ ചാനലൊക്കെ ചെയ്യും പോലത്തെ അതിനെക്കാട്ടി കഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെയാണ്. രമേശ കണ്ണൻകുട്ടി വട എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിനകത്ത്. അങ്ങനത്തെ ഒരു ടൈപ്പ് രീതിയിലേക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി ശ്രീവള്ളിയുടെ കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട്. ശ്രീവള്ളി മീൻസ് രശ്മികയുടെ കുറേ ഡയലോഗൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ക്രിഞ്ച് സാധനമാണ്. എസ്പെഷ്യലി നമുക്ക് ഫീൽ ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് നമുക്ക് തോന്നാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡയലോഗ് കൊണ്ടാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, ഡയലോഗ്. കാരണം ഞാൻ തമിഴ് കണ്ടതുകൊണ്ട് പറയണം. തമിഴിൽ വെച്ച് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രിഞ്ച് സാധനം നമുക്ക് തമിഴ് കാണുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ഫീല് എനിക്ക് അത്രയ്ക്ക് അങ്ങ് തോന്നിയില്ല. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ തോന്നുമെങ്കിലും അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാത്ത ഡയലോഗുകളൊന്നും തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് ഡയലോഗ് എഴുതി വെച്ചേക്കുന്നതിൽ മറ്റേ നമ്മളെ ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ട് റൺവേയിലുള്ള ഒരു സെയിം സാധനം അതേപടി ഡയലോഗ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ഞാൻ 10 മണിക്ക് എൻ്റെ ചന്ദനം ഞാൻ ഇതുവഴി കടത്തി കാണിക്കാം, നീ ധൈര്യമുള്ളവനാണെങ്കിൽ അത് ഞാൻ കറക്റ്റായിട്ട് ആ ബോർഡർ കടത്തി കാണിച്ചു തരാം, നീ ധൈര്യമുള്ളവനാണെങ്കിൽ തടയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് നമ്മളെ ഇതിലുണ്ട്, പുഷ്പയിലുണ്ട്. സെയിം സാധനമുണ്ട്, റൺവേയിലുണ്ട്, സെയിം അതേപടിയുള്ളൊരു ഡയലോഗ് ഇതിലുമുണ്ട്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയതാണ്. തമിഴിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് തമിഴിൽ. പക്ഷേ സാധനം രണ്ടും ഒരുപോലെ ആണെങ്കിലും നമ്മളിത് കാണുമ്പോഴത്തേക്ക് 2 വേർഷനും കാണുമ്പോഴത്തേക്ക് ആനെ ആടുമ്പോഴുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഡയലോഗിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ അല്ലു അർജുൻ്റെ സ്ഥിരം കേൾക്കണ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ജിസ്ജോയുടെ സൗണ്ട്, ആ സൗണ്ട് അതൊക്കെ കൊള്ളാം, അതൊക്കെ രസമാണ്. പക്ഷേ ഡയലോഗുകൾ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു ക്രിഞ്ച് സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെയുള്ള പുഷ്പ 2 എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പുഷ്പ 2 എടുത്തിരിക്കുന്നത് തെലുങ്ക് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഇമോഷൻസ്, ലവ്, ഫൈറ്റ്, അങ്ങനെയുള്ള എല്ലാ ഇമോഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സാധനം പോകുന്നത്. അതേപോലെ മറ്റേ എസ്പെഷ്യലി ക്ലൈമാക്സ് ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ ഫൈറ്റ് ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതും അവിടുത്തെ ഓഡിയൻസിനെ കൂടുതലായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള രീതിയിലാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു സോങ് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു രീതിയിലാണ് അവർ എടുത്തിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും എല്ലാം. അത് നമ്മുടെ ഉള്ള മലയാളി പ്രേക്ഷകർക്ക് അത് എത്രത്തോളം ദഹിക്കും എന്നുള്ളതല്ല. അതുകൊണ്ടായിരിക്കുന്ന ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ നെഗറ്റീവ് വരാനുള്ള ഒരു ചാൻസ് ഞാൻ കണ്ടത് അതൊക്കെയാണ്. പിന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ ഫാമിലി സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞ സാധനം, പാസം എന്ന് പറഞ്ഞ സാധനം ഞാൻ സത്യം പറഞ്ഞ് ഇതെല്ലാം കേട്ടിട്ടാണ് പോയത്. എനിക്ക് അത്രയ്ക്ക് ആ ഒരു സംഭവം പാസം കൂടിയതായിട്ടോ കാര്യങ്ങളായിട്ടോ തോന്നിയില്ല. എസ്പെഷ്യലി ആദ്യം തൊട്ട് ഏതാണ്ട് ഒരു ലാസ്റ്റ് 30 മിനിറ്റ് മുമ്പ് വരെ, ഇതൊരു 3 മണിക്കൂറും 27 മിനിറ്റോ 30 മിനിറ്റോ 3-3.5 മണിക്കൂറിന് മേളിൽ ഉള്ളൊരു സിനിമയാണ്. അപ്പം ആ ഒരു സമ്പ്രദായം വരുമ്പോൾ ഇത്രയും നീളത്തിലാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ഒന്നും കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് കണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഒരു തെലുങ്ക് പടം എങ്ങനെ കാണുന്നു എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് ഏതാണ്ട് ഒരു ലാസ്റ്റ് 30 മിനിറ്റാണ് സത്യം പറഞ്ഞാൽ ഈ പടത്തിൻ്റെ മെയിനായിട്ട് ഒരു നമുക്ക് അസഹനീയം എന്ന് തോന്നുന്ന ലെവലിലേക്ക് പോണത്. ലാസ്റ്റ് ഒരു 30 മിനിറ്റാണ്. ഒരു ആദ്യത്തെ ഒരു 15-20 മിനിറ്റോളം ഫൈറ്റ്, ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഒരു ടൈലൻ്റ് ഒരു സാധനമുണ്ട്.
ഫാമിലി സെന്റിമെന്റ്സ് പാസം കയറ്റി നമ്മളിവിടെ സീരിയലിലൊക്കെ കാണും പോലെ ഫാമിലി അവസാനം ഒന്നിക്കുന്നു, അങ്ങനെയുള്ളൊരു സാധനമാണ്. ഫാമിലി അവസാനം ഒന്നിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഈ ലാസ്റ്റ് ക്ലൈമാക്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ക്രിഞ്ച്. അതിലെ ഡയലോഗ്, മലയാളം ഡയലോഗും കൂടെ വരുമ്പോൾ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ബോറടിച്ച് നമ്മളിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഇത് അടയിടെ ഇത് തന്നെ പറയാൻ പോണ, ഇത് തന്നെ സംഭവിക്കും, ഇത് തന്നെ പറയണത് എന്നുള്ളതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഫൈറ്റിന്റെ കാര്യം പറയണമെങ്കിൽ ഫസ്റ്റ് ഇതിന്റെ ഇൻട്രോയിൽ ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ പുഷ്പ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും, ഇങ്ങനെ ഒരു ക്രെയിനിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടു. അതും ഒരു എനിക്ക് തോന്നുന്നു 4 നില കെട്ടിടത്തിന്റെ മുകളിൽ അത്ര ഹൈറ്റിലാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് കെട്ടിത്തൂക്കിയിട്ടിരിക്കണമെന്ന് അണ്ണൻ മറ്റേ കോടാലി എടുത്ത് കയറ് മുറിക്കുന്നു, നേരെ അവിടെ നിന്ന് പറന്ന് ഇങ്ങനെ ആലില വെട്ടി വീഴും പോലെ ഇങ്ങനെ വന്ന് ഒരുത്തൻ്റെ നെഞ്ചത്ത് ചവിട്ടിയാണ് ലാൻഡ് ചെയ്യണത്. ആ ഒരു ചവിട്ടിലാണ് ലാൻഡ് ചെയ്യണത്. അങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതൊരു മറ്റേ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഉള്ള അതൊക്കെ മാറ്റി വെക്കണമെന്ന് പറയൂലേ, ആ ഒരു സാധനം എത്തിക്സ് ഒന്നും നോക്കണ്ട, അതൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. തെലുങ്ക് പടമാണ്, പുഷ്പയാണ്. പുഷ്പ 1 വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു 15 ഇരട്ടിയുള്ള അഭ്യാസങ്ങളാണ് ഇതിനകത്ത് അവർ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തെലുങ്ക് പടമാണെന്നുള്ള നിലയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. തുടക്കത്തിൽ ഈ ഒരു സാധനമാണ്. ഇവിടെ പിന്നെ കുറെ പഞ്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ അത് എഴുതിയമായ സന്തോഷ് പണ്ഡിറ്റിന്റെ ചെയ്ത ഡയലോഗ് പോലെ ഇരിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റ് എഴുതി വെക്കുമ്പോഴത്തേക്ക് മാത്രമാണ് ഇവിടെ എല്ലാവർക്കും കുഴപ്പം. ഇതേ സെയിം ഡയലോഗാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പുഷ്പ നാഷണൽ ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ സന്തോഷ് പണ്ഡിറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇതിലോട്ട് വരുമ്പോൾ മാത്രമാണ് കുഴപ്പം. വലിയ ബഡ്ജറ്റിൽ വരുമ്പോൾ അത് കുഴപ്പം ഇല്ല. സന്തോഷ് പണ്ഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പം. ഓക്കെ, ഫൈറ്റ് ആ ഒരു ഫൈറ്റിലാണ് തുടങ്ങുന്നത്. ആ ഒരു ഫൈറ്റ് കാണുമ്പോഴേ അറിയാം, ഒരുത്തന്നെ അടുത്ത് തോളി ഇരുത്തി മറ്റൊരു ഒരു 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 എന്താ പറയുക, യാണിയൊക്കെ കയറി പോണ സീനുണ്ട്, പഠിക്കട്ടൊക്കെ കയറി ഇങ്ങനെ മോളിൽ കയറുന്ന ഒരു സീനുണ്ട്. അവിടെയൊക്കെ അയ്യോ, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ തൊഴും. നമ്മുടെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും കത്തിയുള്ള ഒരു ഫൈറ്റ് ഒന്നുമില്ല. ഇത്രയും കത്തിയൊന്നുമില്ല, ഇങ്ങനെയുള്ള ഒന്നും ആരും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സ്വല്പം ഇതൊക്കെ തന്നെ കടുപ്പം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഒരുത്തന്നെ എടുത്ത് തോളി വെച്ചോണ്ട് ചെമരി കൂടെ ഇങ്ങനെ ചവിട്ടി ഓടണ ഒരു സാധനമാണ്. ചെമരി കൂടെ ഇങ്ങനെ ചവിട്ടി ഓടിയിട്ട് അവനെ ഇങ്ങനെ തറയിലിടണ പോലെയൊക്കെ കാണിച്ചിട്ട് എത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ അവനിങ്ങനെ പുഷ്പം പോലെയാണ് എടുത്തെറിയണം. പുഷ്പം പോലെ പുഷ്പം എടുത്തെറിയും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ട്. അത് കഴിഞ്ഞ് കുറച്ച് വരുമ്പോഴത്തേക്ക് ചെറിയ അണ്ണൻ വേറൊരു ലോകത്താണ്. ഈ പുഷ്പ 2 എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഒരു വേറൊരു യൂണിവേഴ്സാണ് സാധനം. പുഷ്പ 2 അവിടെ പോലീസുകാരുണ്ട്, പട്ടാളമുണ്ട്, അതുപോലെ നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പുഷ്പ പറയുന്നതിനപ്പുറം അവിടെ യാതൊന്നുമില്ല. പുഷ്പയാണ് അവിടെ എല്ലാം ലീഡ് ചെയ്യുന്നത്. പോലീസുകാരെ ഒന്നും അവിടെ ഒരു മൈൻഡേ അല്ല. നമ്മളെ KGF പോലത്തെ പോലീസിൽ പോയി കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ സത്യം പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പോലീസിൽ പോയി കിടന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ടൊക്കെ കാണിക്കുന്നത് 2 കുറെ ജയിൽ പുള്ളികളെ എടുത്തുകൊണ്ട് അകത്തോണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന സീനാണ്. എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സീനൊക്കെയാണ്. അപ്പൊ അതകത്ത് പോയിട്ട് കാണിക്കുന്ന കുറെ, അതും ഭയങ്കര ഡയലോഗുകളാണ് സത്യം പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്തത്. തമിഴ് കുഴപ്പമില്ല, മലയാളത്തിൽ വരുമ്പോഴത്തെ ഡയലോഗുകളാണ് സഹിക്കാൻ പറ്റുക. എപ്പോഴും നമ്മുടെ പാക്കും ചവച്ചു ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അത് പാട്ട് അന്ന് പറഞ്ഞ പിന്നെ ഒരു ചരിവുണ്ട്, ഇങ്ങനെ കോണിച്ച് ഇങ്ങനെ എപ്പോഴും നിൽക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചരിവിന്റെ അളവ് കൂടും, ഇങ്ങനെ കയറും, ഇടയ്ക്കിടയ്ക്ക് കുറയും. അതൊന്നും നോക്കണ്ട, അത് പോട്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ചരിവേ ഇല്ല. പിന്നെ ലാസ്റ്റിലോട്ട് വരുമ്പോഴാണ് ചരിവ് കൂടുന്നത്. പിന്നെ അമ്പലത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കാര്യം വെച്ചിട്ട് സാരി ഉടുത്തുകൊണ്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ട സാധനം. അവിടെ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റൊക്കെ രസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്ക് സ്റ്റൈലിലാണ് അവർ എടുത്തിരിക്കുന്നത്. അത് ഓക്കെ, നമുക്ക് കണ്ടിരിക്കാം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവിടെ വെച്ചൊരു സെന്റി ഡയലോഗും ഉണ്ട്. അവിടെ വെച്ച് സെന്റി ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെന്റി ഡയലോഗ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ രശ്മിക മന്ദാനയുടെ ഷോയും കാണണം അതിനകത്ത്. അത് പോകുമ്പോൾ അതൊക്കെ ഡയലോഗ്. നീ ആര്? ഞാൻ പുഷ്പയുടെ കൂട്ടുകാരൻ. നീ ആര്? ഞാൻ പുഷ്പയുടെ അളിയൻ. നീ ആര്? പുഷ്പയുടെ അച്ഛൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇവള് എന്തൊക്കെയോ ഷോ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത്ര ഷോ ഒക്കെ അടിച്ചിട്ട് അവസാനം അപ്പുറത്ത് പുഷ്പ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇവൾ എന്തൊരു പറയണം, എന്തൊരു കുരു ആടണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോയിക്കൊണ്ട് പുഷ്പ മിണ്ടില്ല. പുഷ്പ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇത്രയൊക്കെ ഡയലോഗ് അടിച്ചിട്ട് അണ്ണ പോണ, ഞാൻ ഇത്ര പറഞ്ഞ വേണം ഒന്നുമില്ലണ എന്നും പറഞ്ഞിട്ട് പോണാണ്ട് എന്തൊരു സാധനമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ മലയാളത്തിൽ കേൾക്കണം കേട്ടോ, ഇതൊക്കെയാണ് കേൾക്കാൻ. പിന്നെ വേറൊരു കേസ്, ഇതിനെ KGF ആയിട്ട് കമ്പയർ ചെയ്യാൻ വേറൊരു കാര്യമുണ്ട് കേട്ടോ. KGF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KGF നമ്മളെ റോക്കി ഭായ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. അമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അമ്മയ്ക്ക് എല്ലാ സ്വർണവും കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു റേഞ്ചിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇതിൽ പുഷ്പ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ പുഷ്പയല്ല, സെക്കൻഡിലെ പുഷ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭാര്യയ്ക്ക് വേണ്ടി ജീവിതം നോക്കണതാണ്. ഭാര്യ എന്ത് പറഞ്ഞാലും കേൾക്കും, അങ്ങനത്തെ ഒരു ജീവിതം നോക്കണം. ഭാര്യയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ശ്രീവള്ളി ഭാര്യയെ പറ്റി പറയുകയാണെങ്കിൽ അസുഖമുള്ള ഭാര്യയാണ് കേട്ടോ. തൊട്ട ഫീലിങ്സ് വരും. പറഞ്ഞ അസുഖമുള്ള ഭാര്യയാണ്. അതുകൊണ്ട് ബയോളജിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. തൊട്ട ഫീലിങ്സ് പറഞ്ഞ ഭാര്യയാണ്. പോട്ട് അങ്ങനത്തെ ഒരു ഭാര്യയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഭാര്യയെ അയാൾ പൊന്നുപോലെ നോക്കിക്കൊണ്ട് പോകുന്ന ഒരു കഥയാണ്. ഒരു പാവപ്പെട്ട മരം വെട്ടുകാരൻ, അല്ലെങ്കിൽ മരം വെട്ടി വലിയ ആളായ ഒരു പാവപ്പെട്ടവന്റെ കഥയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. പിന്നെ ഉള്ള ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കണം. അവരുടെ മേക്കിംഗ് സ്റ്റൈലൊക്കെ സൂപ്പറാണ്. ക്യാമറ വർക്കും അതിന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ അടിച്ച് പറത്തണൊക്കെ ക്യാമറയൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തെന്ന് പറഞ്ഞുകൂടാ. അതെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സൂപ്പറാണ്. നമുക്ക് ഈ 3.5 മണിക്കൂർ ഈ പടത്തിന്റെ മെയിൻ ഒരു ഫാക്ടർ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ഫാക്ടർ, ഈ ഒരു സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്തൊരു മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാമറ വർക്ക്, സിനിമാറ്റോഗ്രഫി നല്ല രസമുള്ളത് കൊണ്ടാണ്. നല്ല കളറിങ്ങാണ്. നമ്മളെ കളറേഷനൊക്കെ നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാട്ടുകൾ മലയാളത്തിൽ വരുമ്പോൾ ഭയങ്കര ശോകമാണ്. പാട്ടുകളെല്ലാം മലയാളത്തിൽ കെട്ടിച്ചാൽ ഭയങ്കര ശോകമാണ്. എസ്പെഷ്യലി വരികൾ. അതിനകത്ത് മറ്റൊരു ഐറ്റം ഡാൻസ് പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ശോകമാണ്. വരികളൊക്കെ എന്ന് പറഞ്ഞാൽ കേൾക്കണം. അതൊക്കെ ഇനി വരുമ്പോൾ കാണാം. നിങ്ങൾ കണ്ടവരാണെങ്കിൽ അത് കേൾക്കില്ല. തമിഴിലോട്ട് വരുമ്പോഴത്തേക്ക് അത്ര ഒരു ബുദ്ധിമുട്ടില്ല, അത്ര ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ പറയാൻ വെച്ചിരുന്ന സാധനം ക്ലൈമാക്സിലെ ഫൈറ്റ്. മറ്റേ കാല് മാത്രം കെട്ടിയിട്ട് അല്ലെങ്കിൽ കൈ മാത്രം കെട്ടിയിട്ടുകൊണ്ടുള്ള അഭ്യാസ പ്രകടനമായിരുന്നു പുഷ്പ 1. പുഷ്പ 2 കൈയും കാലും എന്ന് പറഞ്ഞാൽ അവൻ അന്ന് കൈ മാത്രം കെട്ടിയിട്ടുണ്ടോ കലിപ്പുണ്ടാക്കി. ഇതുകൊണ്ട് ഇതിൽ കൈയും കാലും കെട്ടിയിട്ടൊരു കലിപ്പുണ്ട്. കൈയും കാലും കെട്ടിയിട്ട് എൻ്റെ അമ്മീ അയ്യോ തറയെ കിടന്ന് പുഴു പിടയ്ക്കും പോലെയൊക്കെ പിടച്ച് ചാടി മറിഞ്ഞ് എന്തൊക്കെ കാണിക്കണം. ഇവിടുന്ന് പറന്ന് പോയി അടിച്ചു പോയി, അവിടെ നിന്ന് ചെവി അടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ പറന്ന് പോയി, അവിടെ നിന്ന് ചവിട്ടി ഇവിടെ പറഞ്ഞു. ഇതൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ദഹിക്കില്ല. ഉള്ള കാര്യം പറയാല്ല. ഇതൊന്നും നമുക്ക്, ഞാൻ കണ്ടപ്പോൾ എന്ത് സംഭവം ഇത് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ കൈയും കാലും കെട്ടി ഒരുത്തൻ തറ കെട്ടിങ്ങനെ ആ കാലിൻ്റെ ഇടയിൽ ഒരുത്തനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി എറിയണ സാധനമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇത് കാണാം, നമുക്ക് കണ്ടിരിക്കാം. പക്ഷെ നമുക്കത് എത്രത്തോളം നമ്മളെ ഓഡിയൻസിന് അത് എത്രത്തോളം ആപ്റ്റ് ആവും എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എത്ര ഇഷ്ടപ്പെടും എന്നുള്ളതൊന്നും പറയാൻ പറ്റൂല. എനിക്ക് ചുമ്മാ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു കോമഡി പോലെ ചിരിച്ച് കണ്ടിരിക്കും. ആ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ തിയേറ്ററിൽ ചിരിയും കമന്റും ബഹളമായിരുന്നു. അങ്ങനത്തെ ലെവലിലാണ് ആ സാധനം പോയത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ സാധനമാണ് ക്ലൈമാക്സ്. പിന്നെ ഈ ഫൈറ്റിന്റെ ഇടയിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു ഭക്തിഗാനം പോലത്തെ ഒരു സാധനമാണ് ഇട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാനായിട്ട് നമ്മളെ ഇവിടുത്തെ മധു ബാലകൃഷ്ണൻ പാടുമ്പോഴത്തുള്ള ഒരു ഭക്തിഗാനം, സ്പീഡായിട്ടുള്ള ഒരു ഭക്തിഗാനത്തിന്റെ ഒരു സാധനമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഭദ്രകാളി പാട്ട് പോലെ. എന്ന് പറഞ്ഞാൽ അത്രയും വയലന്റ് ആയിട്ടാണ് പുള്ളി അതിനകത്ത് കാര്യങ്ങൾ ചെയ്യണം, എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യണം. അപ്പൊ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഈ സാധനം തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അത് നിങ്ങൾ കണ്ടതല്ല, ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കാം. കണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു ഇമ്പാക്ട് അവിടുത്തെ ഓഡിയൻസിന് കൊടുക്കാനായിട്ട് ആ പാട്ട് കൊണ്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പാട്ടും ഫൈറ്റും കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാം. ഈ ഫൈറ്റുകൾ അമാനുഷികത നിറഞ്ഞ സ്പൈഡർമാൻ പോകുമ്പോഴൊക്കെ പോകണുണ്ട്. കൈയും കാലും കെട്ടിയിട്ട് സ്പൈഡർമാന് പോലും പോകാൻ പറ്റൂല. പക്ഷെ ഇതില് പുഷ്പ പോകണുണ്ട്, പറന്ന് ചാടി എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഈ ഫൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെയാണ് സീരിയൽ പാസം പറഞ്ഞത്. സീരിയൽ പാസം എന്ന് പറഞ്ഞാൽ കുടുംബം എല്ലാം ഒന്നിക്കുന്നു. നമ്മളെ വാരിസ് സിനിമയൊക്കെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സാധനം പോലെ അതുപോലത്തെ ഒരു സാധനം ഇതിനകത്ത് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് മറ്റേ കുടുംബങ്ങളെല്ലാം ഒന്നിക്കുന്നു, കുടുംബങ്ങൾ കലിപ്പ് എല്ലാം മാറുന്നു, കെട്ടിപ്പിടിക്കുന്നു. അല്ലു അർജുൻ പട്ടി മോങ്ങും പോലെ ഇരുന്ന് മോങ്ങണുണ്ട്. അത് അങ്ങനെ കുറെ സാധനം. അതിൻ്റെ ഇടയിൽ മറ്റേ വേറൊരു സംഭവം ഉണ്ട് കേട്ടാ. അല്ലു അർജുൻ്റെ ഭാര്യ എടുത്ത് മോൻ്റെ പേര് പറയും. എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ പേര്, വയറ്റിൽ കൊച്ചുണ്ട്. അപ്പം നമ്മളെ ശ്രീവള്ളി അല്ലു അർജുൻ്റെ അടുത്ത് പറയും. ഒരു സീനാണ് അവിടെ. ഒരു കല്യാണ ലെറ്റർ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും പേര് വെച്ചിട്ടുണ്ട്, കൊച്ചിൻ്റെ പേര് മാത്രം വച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ പേര് പറയും. എന്തൊരു ശ്രീ വ്യാലായുധ പണിക്കര അങ്ങനെ എന്തോ ഒരു പേര് വെച്ചിട്ട് കൊച്ചിൻ്റെ പേര് പറഞ്ഞാക്കാം. അതൊക്കെ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ചിരിച്ച് മറിച്ച സീനുകളാണ്. കോമഡി അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ നമ്മളിത് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു
കോമഡി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഈ പടം മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഒരു തെലുങ്ക് പടം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പോയി കാണാം, കണ്ടിട്ടുള്ളവർക്ക് അഭിപ്രായം പറയാം. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, തെലുങ്ക് പടം ഒരു അമാനുഷികത നിറഞ്ഞ ഒരു ക്യാരക്ടറാണ് പുഷ്പ 2 പുഷ്പ എന്ന് പറയുന്നത്. അമാനുഷികത നിറഞ്ഞാണ്, ഒരിക്കലും ചാവൂല, അവൻ്റെ സ്വന്തമായിട്ടുള്ള നിയമമാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം അവിടെ പോലീസ് പട്ടാളമൊക്കെ ഉണ്ടെങ്കിലും പോലും അണ്ണൻ പറയുന്നതാണ് നിയമം. അണ്ണൻ കാശളൊക്കെ വീശണെന്ന് പറഞ്ഞാൽ കോടികളൊക്കെ ചുമ്മാ വീശി. അണ്ണൻ എവിടെ നിന്ന് വരണമെന്ന് അറിഞ്ഞൂടാ, വീശി തള്ളു. പിന്നെ കുറെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ എനിക്ക് ഫീൽ ചെയ്തു. കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ 2-3 സീനുകൾ എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് തോന്നുന്നു ഇനി പാർട്ട് 3 വെച്ചിരിക്കുന്നതായിരിക്കും. ശ്രീലങ്കയിലോട്ട് ഈ സാധനം കടത്തണ ഒരു സാധനമുണ്ട്, അതിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ഇതില്ല. അത് കഴിഞ്ഞിട്ട് ബൻവർ സിംഗ് മറ്റേ ഇതെല്ലാം കൂടെ കത്തിച്ചതിന് ശേഷം പിന്നെ ബൻവർ സിംഗിനെ അതിനകത്ത് ലാസ്റ്റിലോട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് വരണില്ല. പിന്നെ ലാസ്റ്റിലൊരു ടൈലൻഡിൽ ഒരാൾ വരണുണ്ട്, അത് ആരാണെന്ന് അറിഞ്ഞൂടാ, ഒരാളെ കാണിക്കുന്നുണ്ട്, ബോംബ് വയ്ക്കാനായിട്ടൊരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, അതിൻ്റെ 3-ലായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ടീസർ പോലത്തെ ഒരു സാധനം ഇറങ്ങിയാൽ ഇപ്പം കാട്ടിക്കൂടെ പറഞ്ഞൊരു സാധനമുണ്ട്, പുലിയെ നോക്കിയിട്ട് ഇങ്ങനെ താടി ചേരട്ടണത് ഒരു സാധനമുണ്ട്. അതൊന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ പാർട്ട് 2-ലില്ല. എനിക്ക് തോന്നുന്നു അത് പാർട്ട് 3-ലൊക്കെ ആയിരിക്കും. ഈ ഗ്യാസൊക്കെ വന്നിട്ട് കാട്ടി പോവുമായിരിക്കും. അതിന് പാർട്ട് 3-ലായിരിക്കും പറഞ്ഞത്, അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും പടം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു തെലുങ്ക് പടം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇതെന്തായാലും പോയി കാണാം. ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് തെലുങ്ക് ഫാൻസിന് വേറൊരു ടൈപ്പ് എൻ്റർടൈൻമെൻറ്റും നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലാസ്റ്റിലോട്ടൊക്കെ വരുമ്പോൾ ഒരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യണം. അത് ഫസ്റ്റ് ഹാഫ് ഒക്കെ കൊള്ളാം കേട്ടോ. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കഥയൊന്നും നോക്കരുത് ഈ പടത്തിൽ. തെലുങ്ക് പടത്തിനൊന്നും കഥയൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ KGF കഥ ഇരുന്നിട്ടാണ് അല്ല, അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലും കൊണ്ടാണ്. ഇത് വേറൊരു ടൈപ്പ് മേക്കിംഗ് സ്റ്റൈൽ, അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും ഇനി അടുത്ത 3-ൽ എന്തൊക്കെ പണ്ണാൻ പോകണമെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും കുഴപ്പമില്ല, ചുമ്മാ കണ്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 തവണ കണ്ട്. ആദ്യം കണ്ട് മലയാളമാണ് എനിക്ക്, പക്ഷെ മലയാളം കണ്ടതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് തമിഴ് കണ്ടതാണ്. തമിഴ് കുറച്ചുകൂടെ നല്ല രസമുണ്ട്. അതിൻ്റെ കോൺവെർസേഷനൊക്കെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന ടൈപ്പ് മനസ്സിലാവുന്ന മാത്രമല്ല, കുറച്ചും കൂടെ ഒരു എന്താ പറയുക, വളിപ്പല്ലാത്ത ലെവലിൽ കാര്യങ്ങൾ പോണതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു രസമായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ പറയുക. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടാണ് ഞാൻ ഇത് പോയത്. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് വലിയൊരു നെഗറ്റീവ് മറ്റേ അപരാധം എന്നൊക്കെ പറയുന്ന സാധനങ്ങളായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെപ്പറ്റി ഈ ഹൈപ്പിനൊത്ത് പൊക്കി പറയാനോ അല്ലെങ്കിൽ അത്ര കൂതറപ്പടം എന്ന് പറയാനുള്ള ഒന്നുമില്ല. നമുക്ക് ചുമ്മാ കാണാം. തിയേറ്ററിൽ പോയിട്ട് ഒരു 3 മണിക്കൂർ നല്ല യാസിയൊക്കെ കൊണ്ട് ഇരുന്ന് ചുമ്മാ കണ്ടോണ്ടിരിക്കും. ഇങ്ങനെ അടി റബ്ബർ പോലെ തെറിച്ച് പോകണമോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ കണ്ടിരിക്കാം. പുഷ്പ 1-ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റൂല. അതൊക്കെ വേറൊരു റേഞ്ചിൽ ഹിറ്റായ പടമാണ്. എനിക്ക് പുഷ്പ 1 പോലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമല്ല. എനിക്കൊരു ആവറേജ്, ഇതേ സെയിം ഒരു ആവറേജ് അഭിപ്രായമാണ് അതും ഉണ്ടായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റോറി കുറച്ച് ഫാമിലി സബ്ജക്റ്റ് ആക്കി, അതേപോലെ അടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 15 ഇരട്ടി ലെവലിലുള്ള ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്ക് എതിരായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലായിട്ട് പറയാം. ഇത് വീഡിയോ പക്ഷേ കുറേ ലെങ്ത് ആയിപ്പോയി. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി അടുത്ത് ഒരു പടം വരണുണ്ട്, അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് പറയാം. മാർക്കോ, ബാറോസ് ഇതെല്ലാം വരണുണ്ട്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇത് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ബൈ.